ഒരാള് നല്ല സുഖം മയക്കത്തിലാണ്. അപ്പൊ നമ്മള് ഹസ്തശില്പ ഹെറിറ്റേജിൽ നിന്ന് ഇറങ്ങി. 300 രൂപ ടിക്കറ്റ് ഉച്ച ക്ഷീണമായി. പ്രതീക്ഷിച്ചില്ല. 1000 രൂപ ബഡ്ജറ്റിൽ ടൂർ വന്നിട്ട് പെട്ടെന്ന് 300 രൂപ ഇപ്പോൾ ക്ഷീണമായി. അപ്പോൾ അങ്ങനെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു അബി വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞൊരു മാപ്പിൽ കണ്ടാണ്, ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ അത് കാണാൻ പോവാണ്. ഈ ഹസ്തശില്പയുടെ അവിടെ നിന്ന് കുറച്ചൊരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം എത്തും. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് വരികയാണ്. അപ്പോൾ ഏകദേശം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഹൈവേ റോട്ടിൽ കൂടെ വന്നപ്പോൾ മൊത്തം ഇതായി. ഇപ്പോൾ ആംബിയൻസ് ഒക്കെ ഒന്ന് മാറി. ഇപ്പോൾ ഇവിടെ കുറച്ച് കോടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ പ്രേതക്കോട്ടെ ലോഡ്ജാണ് ഈ കാണുക കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ മൊത്തം കാടാണ്. ഇവിടെ ചെറിയൊരു റോഡ്. ഇവിടെ കിടന്നവരുണ്ട്. പോവും അറ്റം വരെ പോവും. ഇനി ഇറക്കമാണുള്ളത്. ശരി, കുറെ കാടൊക്കെ പടർന്നുണ്ട് അവിടെ. നല്ല രസമുണ്ട് കാണാൻ. കുറെ പേരൊക്കെ ബൈക്കിൽ പോകുന്നുണ്ട്. അതായത് കുറെ ലവേഴ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ബാച്ചിലേഴ്സ് മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്. സംഭവം അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാവും. ഞങ്ങൾ ഇവിടെ നിന്ന് കാസർഗോഡേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഹെറിറ്റേജ് കണ്ടിട്ട് ട്രെയിൻ കയറിയിട്ട് നേരെ കാസർഗോഡ് വന്ന് ഇറങ്ങുക. 1 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ഇറങ്ങുമ്പോൾ 1 മണിയായി. പിന്നെ ട്രെയിൻ കിട്ടില്ല. പിന്നെ വൈകിട്ട് 5 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ സീനാവും. ഞങ്ങൾ പ്ലാൻ മാറ്റി ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ നല്ല ചൂടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ തണവൊന്നുമില്ല. ഇപ്പോൾ രാത്രി തണവെല്ലാം കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ക്ലൈമാറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെള്ളത്തിലൊന്ന് നീരാടുക, അതാണ് മെയിൻ ഉദ്ദേശം. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എല്ലാവരൊക്കെ ഞാൻ പറഞ്ഞ എല്ലാവരോടും സിംഗിൾ ഡ്രസ്സ് എടുത്ത് വന്നാൽ മതി ഇന്ന്. അപ്പോൾ ഞങ്ങൾ സിംഗിൾ ഡ്രസ്സ് തന്നെ എടുത്തുള്ളൂ. പ്ലാനിങ് ഇല്ലല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത് വരില്ല. അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. രസമുണ്ട് കാണാൻ മൊത്തത്തിൽ. വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അല്ലേ? ആ, ആരൊക്കെ ഉണ്ടല്ലേ? മാപ്പ് നോക്കട്ടെ. അതെ, ഒരാൾക്കാരിക്കുന്നുണ്ട്. സ്ഥലം കണ്ടെത്തി. വിഷ്ണു കണ്ടെത്തി. ആ ഫാമിലി ഉണ്ടല്ലോ അവിടെ. ഇറങ്ങി വീഴാണ്ട് കേട്ടോ. തല കളിച്ചു വീഴാണ്ട് നോക്കുക. പൊക്കോ, നേരിട്ട് പൊക്കോ. ഇത് കുഴപ്പമില്ല, സീനില്ല. ആ, കുട്ടികളുടെ നന്നായി. ഫാമിലി ഉള്ളത് നന്നായി. ഇത് സിമ്പിളായിട്ട് പോവാടാ. क्या महान यार, ബാലൻസ് മതി. റോഹിത് നിരങ്ങിയ ഓടിണ്ട് പാടാ. തല നല്ല വീണു പൊട്ടി പാറി. കല്ലേ ഉരുണ്ടോടാ, കല്ലുരുണ്ടോ? അപ്പൊ മൂക്കുത്തി വീണ്ടതാ. മൊബൈലിന്റെ പണി വായുണ്ട്. ഇങ്ങനെയാണോ വഴി? വായോ പോവാ. അതൊക്കെ പോവാ. പളങ്ങി ഇറങ്ങിക്ക. വഴിയുണ്ടോ? പാമ്പുണ്ടാവും. ആ, നല്ല വഴിയാണല്ലേ.
അവൻ പോയാ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വഴികളാ. ഏതാണ്ടത് നിന്നെ ഫോളോ ചെയ്ത് വല്ലാത്തൊരു വഴി തന്നെ. മണ്ടമറകൾ പോകാൻ നല്ല രസമാണ്. ഓരോരോ കാഴ്ചകളും കാണാം, പലതും കാണാം. ഇതാണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് ഇടങ്ങളാട്ടതൊക്കെ സംഭവം പരിചയമില്ലാത്തൊരു ഏരിയ. എൻ്റെ അമ്മോ, ഒരു ട്രൗസർ ഇട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ? സംഭവം ഫസ്റ്റ് ക്ലാസ്. ശരിയാ, നമ്മളെ നാട്ടിലെ ക്രാവുകൾ പോലെ ആവില്ല അല്ലേ? എന്തുട്ട് നോക്കിയേ, അടിപൊളി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിനായിട്ടും വൈബ് എന്ന് പറയുമ്പോഴത്തെ കാഴ്ചക്കാരെ കാണാനാണ്. അത് വേറൊരു പൊളി. കാഴ്ചക്കാർ പൊളിയായി പോയി. നല്ല രസമുള്ള വെള്ളച്ചാട്ടം കേട്ടോ കാണാൻ. ചെറുതുള്ളോ, നല്ല മഴക്കാലത്തൊക്കെ വരണം. സംഭവം പൊളി തന്നെ. അവൻ്റെ വിളിക്ക് കയറാം, കാടിൻ്റെ വിളിക്ക് പോവാ. അയ്യോ, മേലെ കയറിയപ്പോ എന്താ വെള്ളം കുറേ ഉണ്ട്. കുളിക്കാൻ പറ്റുമോ? പോയിട്ട് നോക്കിയിട്ട് വരാം. എന്നാ വാ. സംഭവം കളർ തന്നെ. ഇങ്ങനെ മേലേക്ക് പോകാണ്ട് അങ്ങോട്ട് പോവല്ലേ? ബാ. ഓ മരുന്ന് അങ്ങോട്ട് പോവല്ലോ. സംഭവം അടിപൊളിയാണല്ലേ? പറഞ്ഞോളൂ. എന്ത് ഹായ്, അടിപൊളി പോസാലോ ഇവിടെ. എനിക്ക് ഫോട്ടോഗ്രാഫ് ആണ് ഇവിടുന്ന്. ശ്രദ്ധിച്ചെന്നാ ഇഷ്ടം ഫോട്ടോഗ്രാഫി എടുക്കലാണ്. നല്ല സീനറിയാണ്. ഇളം വെയിൽ, പച്ചപ്പ്, സംഭവം വൈബാണ്. ഫോട്ടോഗ്രാഫറാണ്. ഈ ഉള്ള സ്ഥലങ്ങളിൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ പോസ് ഇവിടെ കിട്ടി. ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. പല ടൈപ്പിലുള്ള ഫോട്ടോഗ്രാഫ് എടുക്കലാണ്. ഇതൊക്കെ നിറച്ചും ഫോട്ടോഗ്രാഫറാണ്. അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. മേലെ കയറി പോകണ്ടിട്ടാ. അല്ലടാ, ഇത് നമുക്ക് മേലെ കയറി പോയിട്ട് നല്ല ഞങ്ങൾ കിട്ടില്ലേ? ബീച്ചിലൊന്നും കിട്ടാനില്ല. ബീച്ചൊക്കെ എന്ത് പ്രകൃതി. ഇറങ്ങി ഞാൻ കുഴി വീഴോ? പോവാല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വീഡിയോയിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ഞങ്ങളുടെ ഓരോ കോപ്പറാട്ടികൾ.
നടക്ക്. തമാശല്ല, നല്ല എക്സ്പീരിയൻസ് വേണം ഇനി. അതൊക്കെ മതി. റീലില് ലൈക്ക് കിട്ടൂട്ടാ ഇൻസ്റ്റയിലൊക്കെ. എനിക്ക് നാണല്ലടാ പെൺകുട്ടിയോടെ ഫോട്ടോ പെൺകുട്ടിയോടെ ഫോട്ടോ നടക്കാൻ. ഇതിപ്പോ സ്റ്റേറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ പെൺപിള്ളേരുടെ ഭയങ്കര മോഡല് ജാതിയാ. കണ്ട് കണ്ട് ബോറടിച്ചു. ഇവിടൊക്കെ വെള്ളം ഒഴുകി വരുന്ന ഏരിയാണ്. അയ്യോ ഇവിടൊക്കെ വെള്ളമൊക്കെ വരണ്ടു. കള്ളുടിക്കണ ഏരിയാന്ന് തോന്നുന്നു. അവന്മാരിതാ വരുന്നുണ്ട്. മഴക്കാലത്ത് വന്നാലാണ്. പക്ഷെ വെള്ളത്തിന്റെ ഉറവിടം വേറെ വഴിക്കുന്ന അവിടെ നിന്നാണ്. ഇത് വേറെ വഴിയാ. ഇത് മഴ പെയ്താൽ മാത്രം സീതർകൊണ്ട് ഇതിന് ഭംഗിയ കാണാ. അതൊരു ഏരിയ ഉണ്ട്. കേറാൻ ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വെള്ളമൊന്നുമില്ല. കുറച്ചേരം എന്നിട്ട് മെല്ലെ സ്മൂത്ത് ആവാ. മൈ ഗാഡ്. അതാ ചെരുപ്പിന്റെ പവറാണ്. ചെരുപ്പ് റബ്ബറായ കാരണം ഒന്നും പറ്റില്ല. അയ്യോ എന്താടാ അത്? സംഭവം ഞാനൊരു മരത്തിന്റെ മേലെ ഇരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന് മേലെ ഒരു മരം. നല്ല ഇമ അടിപൊളി കാഴ്ചകൾ അവിടുന്ന് കാണാൻ. സംഭവം കളർഫുള്ളാണ്. ഇവിടെ മൊത്തം വേറൊരു വൈബ്. വെള്ളച്ചാട്ടം മരത്തിന്റെ മേലെ നോക്കി കാണുക എന്ന് പറയുമ്പോൾ ഒരു ഫീല്.